بسم الله الرحمن الرحيم الحمد لله وصلى الله على محمد وعلى آله وصحبه أجمعين أما بعد أهلا بكم ومرحبا إلى الأكاديمية العربية العصر الحديث النهضة الأدبية ഇപ്പോൾ നമ്മൾ അറബിക് മോഡേൺ ആൻഡ് കണ്ടംപററി അറബിക് പോയട്രി അതാണ് പേപ്പറിന്റെ പേര്. അതിലെ പോയട്രിയുടെ ആധുനിക കാലഘട്ടത്തിലെ ഒരു അറബി സാഹിത്യത്തിന്റെ ഉത്ഭവം അല്ലെങ്കിൽ അതിന്റെ ഒരു നവോത്ഥാന കാലഘട്ടം എന്നൊരു ഏരിയ ഉണ്ട്. അതിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അന്നഹ്ലൽ അദബിയ, ലിറ്റററി റിനൈസൻസ്, അതായത് സാഹിത്യ നവോത്ഥാനം. നഹ്ല എന്ന് പറയുന്ന നവോത്ഥാനം, റിനൈസൻസ്. منذ سقوط بغداد على يد تتار سنة 1258 ميلادية 656 هجرية صار الأدب العربي يشهد تراجعا حثيث الخطى. ബഗ്ദാദ് തത്താർ എന്ന് പറഞ്ഞാൽ അലായതി തത്താർ, അതായത് മംഗോളിയകളുടെ അല്ലെങ്കിൽ താർത്താരികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മംഗോളിയൻസിന്റെ കരങ്ങളാൽ ബഗ്ദാദ് തകർന്നു. അബ്ബാസി ഭരണകൂടം തകർന്നു. അബ്ബാസികളാണ് ഭരിച്ചിരുന്നത് ആ സമയത്ത്. അത് സംഭവിക്കുന്നത് AD 1258 ഈ 2 വർഷങ്ങൾ നല്ല ഓർമ്മയിൽ എപ്പോഴും വേണം. ഉമവി ഭരണകൂടം തകർന്നത് ഹിജ്റ 132 അബ്ബാസി ഭരണകൂടം തകർന്നത് ഹിജ്റ 656 ഈ 656 ഓർത്തു വെക്കാൻ എളുപ്പമാണ്. അതിനുശേഷം സാറുൽ അദബുൽ അറബി യഷ്ഹദു തറാജുഅൻ ഹസീസൽ ഖുത. അതിനുശേഷം അറബി സാഹിത്യം ഒരു പിറകിലോട്ട് സഞ്ചരിക്കുന്നത് കാണാൻ സാധിച്ചു. യഷ്ഹദു തറാജു എന്ന് പറഞ്ഞാൽ പിന്നാക്കം പോക്ക്. ഹസീസൽ ഖുത എന്ന് പറഞ്ഞാൽ പതുക്കെ പതുക്കെയുള്ള സ്റ്റെപ്പുകൾ പിറകിലോട്ട് വെക്കുന്നത് കാണാൻ സാധിച്ചു. അലാമദൽ അഹ്കാബിൽ മുതതാബിഅ, തുടർന്ന് വന്നിട്ടുള്ള ഓരോ യുഗങ്ങളിലും അല്ലെങ്കിൽ ഓരോ കാലഘട്ടങ്ങളിൽ, അഹ്കാബ് എന്ന് പറഞ്ഞാൽ ഘട്ടങ്ങൾ, അലത്തി തതൂലു നഹ്വ 5 ഖുറൂൻ, അങ്ങനെ ഒരു 5 നൂറ്റാണ്ടുകൾ അറബ് സാഹിത്യം പിറകോട്ടാണ് സഞ്ചരിച്ചത്. അപ്പം ഈ കാലഘട്ടത്തിലൊക്കെ ഡെവലപ്മെന്റ് ചെയ്ത് വന്ന് അതിന്റെ ഏറ്റവും പീക്കില് ഒരു ഗോൾഡൻ ഇറ എന്ന് പറയുന്നതാണ് അബ്ബാസി കാലഘട്ടം സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ തന്നെ ഡെവലപ്മെന്റ്, സയൻസ്, ടെക്നോളജി എല്ലാ മേഖലയിലും ഡെവലപ്മെന്റ് ആയിരുന്നു. പിന്നെ തിരിച്ച് സഞ്ചരിക്കാൻ തുടങ്ങി. ഈ ഒരു ഇൻഹിതാത്ത്, ഈ ഒരു അധപ്പതനം, തകർച്ച, അത് സാഹിത്യ ജീവിതത്തെ അതിന്റെ എല്ലാ മേഖലകളിലും ബാധിച്ചു. ബിഫുനൂനിഹൽ മുഖ്തലിഫ എന്ന് പറഞ്ഞാൽ സ്റ്റോറി ആവട്ടെ, മറ്റുള്ള കവിത ആവട്ടെ, ഗദ്യമാവട്ടെ, അതിന്റെ എല്ലാ ഐറ്റംസിലും. ഫിൽ ബിലാദിൽ അറബിയ ഫഖദ് തബദ്ദല ഹാദൽ ഹാലു ഫി അവാഖിറിൽ അഖ്ദിൽ അഖീർ മിനൽ ഖർനി സാമിൻ അശർ. 18ാം നൂറ്റാണ്ടിന്റെ അവസാനത്തെ 10കളിലാണ് ഇതിനൊരു മാറ്റം സംഭവിച്ചത്. തബദ്ദല ഹാദൽ ഹാലു ഫി അവാഖിറിൽ അഖ്ദിൽ അഖീർ മിനൽ ഖർനി സാമിൻ അശർ. ഇത് അഫാഖൽ അദബ് മിൻ സുബാതിഹി. ആ ഘട്ടത്തില് 18ാം നൂറ്റാണ്ടിന്റെ അന്ത്യഘട്ടത്തില് സാഹിത്യം അതിന്റെ ഉറക്കിൽ നിന്ന് ഉണർന്നെണീറ്റു. സുബാത്ത് എന്ന് പറഞ്ഞ ഉറക്ക്. വതഹററ മിൻ ജുമൂദിഹി, അതിന്റെ ഒരു സ്റ്റഗ്നൻസി, ഒരു മരവിപ്പ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് സ്വതന്ത്രമായി. ബിഫദ്ലി ഹാദിഹി നഹ്ല ഇസ്തആദ അൽ-അദബു ഹയവിയതഹു. ഈ ഒരു നവോത്ഥാനം ഫലമായിട്ട് ഇസ്തആദ അൽ-അദബു ഹയവിയതഹു, സാഹിത്യം അതിന്റെ സജീവത വീണ്ടെടുത്തു. ഹയവിയ എന്ന് പറഞ്ഞാൽ അതിന്റെ ലൈവ്ലിനെസ്, ഒരു സക്രിയത. വഅസ്ബഹ ആമില മിൻ അവാമിൽ തക്വീനിൽ ഉമ്മ. അങ്ങനെ ഈ സാഹിത്യം ശരിക്കും ഒരു സമൂഹത്തിന്റെ രൂപീകരണത്തിന്റെ ഘടകമായി തീർന്നു. ആമിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പ്രേരകം, ഒരു ഘടകം. മിൻ അവാമിൽ തക്വീനുൽ ഉമ്മ. തക്വീനുൽ ഉമ്മ എന്ന് പറഞ്ഞാൽ സമുദായം അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ രൂപീകരണം. റാഫിദൻ മിൻ റവാഫിദ് തഖദ്ദുമിഹ വസ്ദിഹാരിഹ, സമൂഹത്തിന്റെ, ആ ഉമ്മത്തിന്റെ അഭിവൃദ്ധിയുടെയും അതിന്റെ വികാസത്തിന്റെയും വികസനത്തിന്റെയും ഒക്കെ പോരാളികൾ അല്ലെങ്കിൽ അതിന്റെ ഒരു നേതൃത്വം വഹിക്കുന്ന ഒരു ഘടകമായിട്ട് സാഹിത്യം മാറുകയും ചെയ്തു. അസ്റുൻ നഹ്ല എന്ന് പറഞ്ഞാൽ നവോത്ഥാന കാലഘട്ടം. ഔൽ അസ്റുൽ ഹദീസ് അല്ലെങ്കിൽ മോഡേൺ ഇറ, മോഡേൺ ഏജ്, ആധുനിക ഘട്ടമെന്നും അതുപോലെ തന്നെ നെഹ്ലയുടെ ഘട്ടമെന്നും 2 വിധത്തിലാണ്. ഇസ്മാനിൽ മുസമ്മൻ വാഹിദ്, ഒരേ കാര്യത്തിന് പറയുന്ന 2 പേരുകളാണ് അസ്റുൻ നഹ്ല അല്ലെങ്കിൽ അസ്റുൽ ഹദീസ്. وهو العصر الذي يبدأ بدخول الجنرال الفرنسي نابليون بونابرت مع جيشه إلى مصر سنة 1798 ميلادية. AD 1798 ഈജിപ്തിലേക്ക് നെപ്പോളിയൻ ബോണപ്പാർട്ട് തന്റെ സൈന്യവുമായിട്ട് കടന്നു വന്ന ആ കാലഘട്ടമാണ് അന്ന് മുതലാണ് ശരിക്കും തുടങ്ങുന്നത്.
അറബ് സാഹിത്യത്തിന്റെ നവോത്ഥാന കാലഘട്ടം തുടങ്ങുന്നത്. ഹിജ്റ 1213 വലയസാലു മുസ്തമിറൻ ഇലാ അയ്യാമിൽ ഹാദിറ. ആ ഒരു ആധുനിക നഹ്ദ കാലഘട്ടം ഇപ്പോഴും നമ്മുടെ ഈ കറന്റ് സ്റ്റേജ് വരെ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടം വരെ അത് കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നു കൊണ്ടേയിരിക്കുന്നു. ആ ഒരു വർഷത്തെ അധിക ചരിത്രകാരന്മാരും ആധുനിക കാലഘട്ടത്തിന് തുടക്കമെന്ന് പറയുന്നു. കാരണം ഫ്രഞ്ച് അറ്റാക്ക്, ഹംലൽ ഫറൻസി എന്ന് പറഞ്ഞ ഫ്രഞ്ച് അറ്റാക്ക്, നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടീഷുകാർ ഇന്ത്യ ആക്രമിച്ചത് ഒരു ഇന്ത്യക്ക് ഒരുപാട് നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും പിന്നെ ശാസ്ത്രത്തിലും വിദ്യാഭ്യാസത്തിലും സാഹിത്യത്തിലും അങ്ങനെയുള്ള മേഖലകളിലൊക്കെ ഒരുപാട് ഉണർവ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ. അതേപോലെ ഈജിപ്തിനെയും അറബ് ലോകത്തെയും സംബന്ധിച്ചിടത്തോളം ഫ്രഞ്ച് അറ്റാക്ക്, ഫ്രഞ്ച് അധിനിവേശം, അത് അറബി, അത് അറബ് പൗരസ്ത്യ ദേശത്ത്, മഷ്രിഖ് എന്ന് പറഞ്ഞാൽ ഈസ്റ്റ്, കിഴക്ക്, പൂർവ്വ അല്ല സോറി എന്താണ് പൗരസ്ത്യ ദേശം എന്ന് പറയുന്നത് നമ്മള്, അവരുടെ അസ്ഹാൻ, അവരുടെ ബുദ്ധികളെ ഉണർവിലേക്ക് നയിച്ചു. നാഗരികമായിട്ടുള്ള പല കാരണങ്ങളും പല വഴികളും സ്വീകരിക്കണം എന്നതിന്റെ അതൊരു അനിവാര്യമാണ് എന്ന ഒരു ബോധം അവരെ ഉണർത്തി. ഇഹ്സാസ് എന്ന് പറഞ്ഞാൽ ഒരു ഫീലിംഗ്. എന്തിനുള്ള ഫീലിംഗ്? ഒരു നാഗരികമായിട്ടുള്ള വഴികൾ, മാർഗങ്ങൾ സ്വീകരിക്കണം. മുലാഹിമാലി ഹാജാത്തിൽ അസർ, കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ. മുലാഹിമ എന്ന് പറഞ്ഞാൽ ഫിറ്റ് ആയിട്ടുള്ള, അനുയോജ്യമായിട്ടുള്ള. ഇപ്പൊ മുത്തത്തല്ലബാത്തിഹി, അതിന്റെ റിക്വയർമെന്റ്സിനും കാലഘട്ടത്തിന്റെ ആവശ്യത്തിനനുസരിച്ചുള്ള രൂപങ്ങൾ സ്വീകരിക്കണം. കാരണം ഫ്രഞ്ചുകാര് ഈജിപ്തിലേക്ക് കടന്നു വന്നത് അവരുടെ കയ്യിലുള്ള സൈന്യവും അതേപോലെ തന്നെ ഉത്താദ് എന്ന് പറഞ്ഞാൽ അവരുടെ യുദ്ധ സജ്ജീകരണങ്ങൾ, ബിഹലാറത്തിൻ ജദീദ, അതുപോലെ തന്നെ ഒരു പുതിയ സംസ്കാരവുമായിട്ടാണ്, ന്യൂ കൾച്ചർ. മദ്രസത്തൈനി, അവരവിടെ 2 സ്കൂളുകൾ സ്ഥാപിച്ചു. ജരീദത്തൈനി, 2 പത്രങ്ങൾ സ്ഥാപിച്ചു. ഓ മസ്രഹലി തംസീൽ, ഒരു പിന്നെ ഡ്രാമ തിയേറ്റർ സ്ഥാപിച്ചു. ഓ മജ്മഅൻ ഇൽമിയൻ, ഒരു അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. അതാണ് സയന്റിഫിക് അക്കാഡമി, അതാണ് മജ്മഅ ഇൽമി എന്ന് പറയുന്നത്, സയന്റിഫിക് അക്കാഡമി. ഒ മക്തബ, ഒരു ലൈബ്രറി. ഒ മത്ബഅ, ഒരു പ്രിന്റിംഗ് പ്രസ്. വ മആമിൽ കീമാവിയ, പിന്നെ അതേപോലെ തന്നെ കെമിസ്ട്രി ലാബുകൾ. വ മറാസിദ് ഫലക്കിയ, ഗോളശാസ്ത്ര നിരീക്ഷണ കേന്ദ്രങ്ങൾ, അതാണ് മറാസിദ്. മറാസിദ് എന്ന് പറഞ്ഞാൽ വാന നിരീക്ഷണ കേന്ദ്രങ്ങൾ. ജനങ്ങൾക്ക് അതൊക്കെ നിരീക്ഷിക്കാനും അതൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാനും അത് മനസ്സിലാക്കാനുമുള്ള കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുത്തു. അതിനെ തുടർന്ന് ഒരു ദേശീയമായ ഒരു ഉണർവ് ഉണ്ടായി. ഈജിപ്ത് ഉണർന്നു. വൽ ഉമ്മൽ അറബിയ, അറബ് സമൂഹവും ഉണർന്നു. ഈ അല്ലെങ്കിൽ ഫ്രാൻസ് അറ്റാക്ക് അധിനിവേശത്തിന് ശേഷം വലിയ ഒരു അഗാധമായ നിദ്രയിൽ നിന്ന് അറബ് ലോകവും ഈജിപ്തും ഉണർന്നു. പുതിയൊരു നാഗരികതയിലേക്കാണ് അവരുടെ കണ്ണുകൾ തുറന്നത്. മുമ്പ് പരിചയമേ ഇല്ലാത്ത. അഹിദ എന്ന് പറഞ്ഞാൽ പരിചയപ്പെടുക, അല്ലെങ്കിൽ എന്താ പറയാ, അതിനോടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവുക എന്നാണ് അഹിദ ബി എന്ന് പറയാം. ഈ ഒരു അറ്റാക്കിന്റെ ഫലമായിട്ട് ഒരു ദേശീയമായിട്ടുള്ള ഒരു ഉണർവ്, ഒരു ആത്മാവ്, ദേശീയതയുടെ ആത്മാവ് എന്ന് പറയില്ല, നാഷണലിസം, അതാണ് വത്തനിയ. വൽ കൗമിയ, കൗമിയാണ് ശരിക്കും നാഷണലിസം എന്ന് പറയാം, മറ്റൊരു ദേശബോധം. രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഒന്ന് ദേശത്തിന് വേണ്ടിയിട്ട് നമ്മൾ ദേശീയത എന്നുള്ള പേരിൽ പലപ്പോൾ വിവാദങ്ങൾ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്, അതാണ് കൗമിയ എന്ന് പറയുന്നത്. വൽ ഇഅ്തിസാസുബിഹ, അത് വലിയ അന്തസ്സും അഭിമാനവുമായിട്ട് കൊണ്ട് നടക്കുക. വൽ ഇൻതിഫാഉ ഇലാ തലബിൽ മഅരിഫ, അതേപോലെ തന്നെ വിജ്ഞാനം നേടാനുള്ള ഒരു ഇൻതിഫാ, അതിനോടുള്ള ഒരു പിന്നെ ശ്രമം, എന്താ പറയാ, ഒരു തയ്യാറെടുപ്പ്. വൽ ഇസ്തിഫാദത്തു മിൻഹ, ആ അറിവുകൾ നേടിയെടുക്കുക എന്നത്. വത്തമസ്സുകു ബിഹുവിയത്തിൽ ഉമ്മ, സമൂഹം എന്നുള്ള അല്ലെങ്കിൽ അറബ് ലോകം, അറബി എന്നുള്ള ഒരു ഐഡന്റിറ്റി മുറുകെ പിടിക്കുക. ഹുവിയ എന്ന് പറയുന്ന ഐഡന്റിറ്റി. വദ്ദിഫാ അൻഹ, അതിനെ വേണ്ടിയിട്ട് ഡിഫെൻഡ് ചെയ്യുക, അതിനെ പ്രതിരോധിക്കുക, അതിന് വേണ്ടിയിട്ട് പോരാട്ടം നടത്തുക. അതോടൊപ്പം തന്നെ അപ്രകാരം കാലികമായിട്ടുള്ള നാഗരികതകളുമായിട്ട് ബന്ധം പുലർത്താനുള്ള ഒരു അവസരം കൂടി അവർക്ക് ലഭിച്ചു. ബിൽ ഹലാർ അൽ അസ്രിയ എന്ന് പറഞ്ഞാൽ മോഡേൺ നാഗരികതകൾ. അല്ലത്തിക്കാനത്ത് ദാഫിയാൻ കവിയൽ ഹദീസ, ആ ഒരു അവസരം അവർക്ക്
ആധുനികമായ പുതിയ ഒരു നവോത്ഥാനത്തിന് ശക്തമായ പ്രേരകമായിരുന്നു. ദാഫിയ കവി എന്ന് പറഞ്ഞ ശക്തമായ ഒരു പ്രേരകം. ഷാമില പൂർണ്ണമായിട്ടുള്ള ഒരു പെർഫെക്റ്റ് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഉണർച്ച ഉണ്ടായി ജവാനിബിൽ ഹയാ, ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും. വക്കാനലി ജുഹൂദി മുഹമ്മദ് അലി പാഷ. മുഹമ്മദ് അലി പാഷ ഈജിപ്തിന്റെ പിന്നെ ഭരണാധികാരിയായിരുന്നു. ഒരു നമ്മള് ബ്രിട്ടീഷുകാരൻ ഇന്ത്യ ഭരിക്കുന്ന വൈസ്രോയി എന്നൊക്കെ സിസ്റ്റം ഉണ്ടായിരുന്നു. അതേപോലെ ഒരു ഒട്ടോമൻ എംപയറിന്റെ മേൽനോട്ടത്തിൽ ഭരണം നടത്തിയിരുന്ന ഒരു ഭരണാധികാരിയാണ് മുഹമ്മദ് അലി പാഷ. അത്റുൻ കബീറുൻ ഫിൽ ഇത്തിസാലി ബിഹാദിൽ ഹലാറ. അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങൾക്ക് ഈ പുതിയ നാഗരികതകളുമായി ബന്ധപ്പെടാനുള്ള വിഷയത്തിൽ വലിയ സ്വാധീനം അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അവരുടെ വിജ്ഞാനങ്ങളിൽ നിന്നും ശാസ്ത്രങ്ങളിൽ നിന്നും ഒക്കെ പ്രയോജനങ്ങൾ സ്വീകരിക്കുന്നതിലും ഈ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ കാരണം അവർക്ക് സാധിച്ചു. തഹഖഖ എന്ന് പറഞ്ഞാൽ റിയൽ ആയി അല്ലെങ്കിൽ യാഥാർത്ഥ്യമായി ഇന്തിഷാറു തഅലീമുൽ ഹദീസ്, ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പ്രചാരം. ഇന്തിഷാറു തഅലീമുൽ ഹദീസ് എന്ന് പറഞ്ഞാൽ ആധുനിക വിദ്യാഭ്യാസം. പിന്നെ പിന്നെ വൈജ്ഞാനിക അക്കാഡമിക് ആയിട്ടുള്ള ഡെലിഗേഷൻസ് അല്ലെങ്കിൽ ദൗത്യ സംഘങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഫ്രാൻസിലേക്കും അമേരിക്കയിലേക്കും ഇംഗ്ലണ്ടിലേക്കൊക്കെ വിദ്യാർത്ഥികളെ പറഞ്ഞയച്ചു. തർജുമ, അതേപോലെ ട്രാൻസ്ലേഷൻ, പിന്നെ പ്രിന്റിംഗ് പ്രസ്, പിന്നെ ജേർണലിസം, പത്രപ്രവർത്തനം. ഇനി ഇതൊരു പ്രധാനപ്പെട്ട ഒരു എസ്സേക്കുള്ള ഒരു പോയിന്റ് ആണ്. അവാമിലുൽ നഹ്ലൽ ഹദീസ, ആധുനിക നവോത്ഥാനത്തിന്റെ ഘടകങ്ങൾ, കാരണങ്ങൾ. ഇത് വളരെ നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിച്ചാൽ മതി. ഒന്ന് അൽ മദാരിസ്, ഒന്ന് സ്കൂളുകളാണ്. വിദ്യാഭ്യാസത്തിന്റെ മേഖലയിലൂടെ പടിഞ്ഞാറുമായിട്ട് ബന്ധം പുലർത്തുന്ന ആദ്യത്തെ അറബ് പ്രദേശമാണ് ഷാം. ഷാം എന്ന് പറഞ്ഞാൽ ലബനാന്, സിറിയ അങ്ങനെ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളൊക്കെ അതിൽ വരും. ഹിജ്റ 12ാം നൂറ്റാണ്ടിലും 11ാം നൂറ്റാണ്ടിലും ഒക്കെ അവിടെ ഒരുപാട് ക്രിസ്ത്യൻ മിഷണറിമാർ ഈ ഷാമിലേക്ക് വന്നിറങ്ങിയിട്ടുണ്ട്. മുനസ്സിരീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, തൻസീർ, ക്രിസ്ത്യനൈസ് ചെയ്യുന്ന ആളുകൾ. അപ്പൊ അവരെന്ത് ചെയ്തു? നമ്മുടെ നാട്ടിലൊക്കെ ചെയ്തതുപോലെ തന്നെ ഫഫതഹുൽ മദാരിസ് വൽ മആഹിദ്, അവിടെ ഒരുപാട് സ്ഥാപനങ്ങളും സ്കൂളുകളും തുറന്നു. ലിതകൂന വസീലത്തുൻ ഫി അദാ റിസാലത്തിഹിം തൻസീരിയ, അവരുടെ ക്രിസ്ത്യൻ മിഷണറിയുടെ, അതായത് ക്രിസ്തു മതത്തിലേക്ക് ആളെ ചേർക്കുക എന്ന് പറയുന്ന ആ ഒരു സന്ദേശം അത് നിർവഹിക്കുന്നതിന്റെ ഒരു മാർഗമായിട്ടാണ് അവർ സ്കൂളുകൾ സ്ഥാപിക്കുന്നത്. ഈ ക്രിസ്ത്യൻ മിഷണറി സംഘങ്ങളിൽ ലബനാനിൽ 2 യൂണിവേഴ്സിറ്റികൾ സ്ഥാപിച്ചു. ഒന്ന് അൽ ജാമിയ അൽ അമരിക്കിയ സന 1866 ജാമിയ അമരിക്കിയ. ഇതൊക്കെ പ്രധാനപ്പെട്ട ഒരു പോയിന്റുകളാണ് കേട്ടോ, ജാമിയ അമരിക്കിയ സ്ഥാപിച്ചത്. പിന്നെ മറ്റൊന്ന് അൽ ജാമിയ യസൂഇയ, ജാമിയ യസൂഇയ, അത് 1875 മുഹമ്മദ് അലി ഹുക്മ മിസ്ര, മുഹമ്മദ് അലി പാഷ ഈജിപ്തിന്റെ ഭരണാധികാരം ഏറ്റെടുത്തപ്പോൾ നെപ്പോളിയന്റെ അറ്റാക്കിന് ശേഷം അൻഷ അൽ മദാരിസ് അൽ ഇൽമിയ, വൈജ്ഞാനികമായ സ്ഥാപനങ്ങൾ, അതായത് സ്കൂളുകൾ സ്ഥാപിച്ചു. അൽ മുഖ്തലിഫ, വ്യത്യസ്തമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി. തഅലീമുൽ ഹർബ് വത്തിബ് വറിയാല, മിലിറ്ററി സ്കൂളുകൾ, അതേപോലെ തന്നെ മെഡിക്കൽ കോളേജുകൾ, റിയാല, അതേപോലെ തന്നെ മാത്തമാറ്റിക്സിന്റെ സ്കൂളുകൾ, അതായത് സയൻസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഈ സ്കൂളുകളൊക്കെ പ്രൈമറി, അതേപോലെ തന്നെ പ്രിപ്പറേറ്ററി, പിന്നെ എന്താണ് സ്പെഷ്യലൈസേഷൻ എന്നുള്ള രൂപത്തിൽ, ഖാസ എന്ന് പറയുന്ന പ്രത്യേകമായിട്ടുള്ള വിഷയങ്ങൾ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പഠിക്കുന്ന സ്ഥാപനങ്ങൾ, അങ്ങനെയൊക്കെ തരംതിരിച്ചു. ഇങ്ങനെ ഖാസ ആയിട്ടുള്ള കുറച്ചും കൂടി സ്പെഷ്യലൈസേഷൻ നടത്തുന്ന സ്കൂളുകളിലെ ഏറ്റവും ശക്തമായിട്ടുള്ള സ്കൂളായിരുന്നു എന്തില്? സാഹിത്യത്തിലും പിന്നെ ശാസ്ത്രത്തിലുമുള്ള നവോത്ഥാനത്തിന് വലിയ ഘടകം, വലിയ സ്വാധീനം ചെലുത്തിയ ഒരു സ്കൂളാണ് മദ്രസത്തുൽ തിബ്ബ്. പിന്നെ മദ്രസത്തുൽ അൽസുൻ, സ്കൂൾ ഓഫ് ലാംഗ്വേജസ്, അതാണ് മദ്രസത്തുൽ അൽസുൻ എന്ന് പറഞ്ഞാൽ സ്കൂൾ ഓഫ് ലാംഗ്വേജസ്. പിന്നെ മദ്രസത്ത് ദാറുൽ ഉലൂം സ്കൂൾ. പിന്നെ മദ്രസത്തുൽ തിബ്ബ് ലിഖിദ്മത്തുൽ ജയ്ഷ്. ശരിക്കും മദ്രസത്തുൽ തിബ്ബ് രൂപപ്പെടുന്നത് മെഡിക്കൽ സ്കൂള്, അത് മിലിറ്ററി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിലും ലോകത്തുള്ള എല്ലാ ടെക്നോളജിയും വികസിക്കുന്നത് ആദ്യഘട്ടത്തിൽ അത് ഉപയോഗിക്കാൻ സൈന്യത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഇന്റർനെറ്റ് പോലും ഉപയോഗിക്കപ്പെടുന്നത് ആദ്യം രൂപപ്പെടുന്നത് സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ മെഡിക്കൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ മെഡിക്കൽ സ്കൂള് രൂപപ്പെടുന്നത് സൈന്യത്തിനെ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ സമീപത്ത് ഒരു എന്താണ്
വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകാനുള്ള ഒരു ഹോസ്പിറ്റലും ഉണ്ടാക്കി. ഇപ്പൊ മുആലജത്തുൽ മർദ, രോഗികളെ ചികിത്സിക്കാൻ. അമ്മ മദ്രസത്തുൽ അൽസുൻ, സ്കൂൾ ഓഫ് ലാംഗ്വേജസ് എന്ന് പറയുന്നത് ഫഖദ് അൻഷാഹ മുഹമ്മദ് അലി, അവിടെ മുഹമ്മദ് അലി പാഷ അതിൽ ഉണ്ടാക്കിയത് ലി തഖ്രീജുൽ മുതർജിമീന, ട്രാൻസ്ലേറ്റേഴ്സ് ആയിട്ടുള്ള കുറെ ആളുകളെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഹീന ഇഷ്തദ്ദത് അൽ ഹാജതു ഇലൈഹിം, അവർക്ക് മറ്റുള്ള സംസ്കാരങ്ങളുടെ വിജ്ഞാനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ, ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളത് വലിയൊരു ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അങ്ങനെ ഒരു സ്കൂൾ തന്നെ ഉണ്ടാക്കി. ഫി തർജമത്ത് ദുറൂസിൽ തുല്ലാബ്, പാഠങ്ങളൊക്കെ മറ്റ് ഫ്രഞ്ചിലും ഇംഗ്ലീഷിലൊക്കെ ഉള്ള ക്ലാസ്സുകളൊക്കെ അറബികളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒനൊക്കൽ കുത്തുബ് തിബ്ബിയ വൽ അസ്കരിയ അൽ അറബിയ, മിലിറ്ററി ബുക്സുകളും അതേപോലെ തന്നെ മെഡിക്കൽ ഗ്രന്ഥങ്ങളും ഒക്കെ അറബിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. അമ്മ ദാറുൽ ഉലൂം, എന്നാൽ ദാറുൽ ഉലൂം എന്ന് പറയുന്ന സ്ഥാപനം, മദ്രസ ദാറുൽ ഉലൂം, ഇപ്പൊ കുല്ലിയ ദാറുൽ ഉലൂം എന്നുള്ള പേരിലാണ്. കാരണം ദൗരിഹ, അതിന്റെ പങ്ക് എന്തായിരുന്നു? തസ്വീദ് തുല്ലാബിഹ അൽ ഉലൂം അൽ അറബിയ, അതിലെ വിദ്യാർത്ഥികൾക്ക് നൽകുക. തസ്വീദ് എന്ന് പറഞ്ഞാൽ പ്രൊവൈഡ് ചെയ്യാന്നർത്ഥം. തസ്വീദ് തുല്ലാബിഹ അൽ ഉലൂം അൽ അറബിയ, അറബി വിജ്ഞാനങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. അൽ മുഷാറക ഫി ബഅദ് അൽ ഉലൂം അദ്ദീനിയ വൽ അഖ്ലിയ, അതോടൊപ്പം തന്നെ കുറെ മതപരമായ വിജ്ഞാനങ്ങളും ചിന്താപരമായ ലോജിക്കൽ റീസണിങ്ങിന് ആവശ്യമായിട്ടുള്ള വിജ്ഞാനങ്ങളൊക്കെ നൽകുന്ന ഒരു സ്ഥാപനമായിരുന്നു ദാറുൽ ഉലൂം. മഅൽ അഖ്ദി ബിഖിസ്തി മിന അസ്സഖാഫ അൽ ഹദീസ, അതോടൊപ്പം തന്നെ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ഒരു അംശവും അവർ സ്വീകരിച്ചിരുന്നു ആ സമയത്ത്. എന്തിനേലി തദ്രീസ് ഫി മദാരിസിൽ ഹുക്കുമ, ഗവൺമെന്റിന്റെ സ്കൂളുകളിൽ പഠിപ്പിക്കാനുള്ള ക്വാളിഫിക്കേഷൻ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു തരത്തിലാണ് അവിടുത്തെ കരിക്കുലൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അറബി ഭാഷയുടെ ഉന്നമനത്തിന് വലിയ സ്വാധീനവും വലിയ ഒരു മഹത്വവും ഏതിനുണ്ട്? ഈ ദാറുൽ ഉലൂം മദ്രസക്ക് ഉണ്ട്. വൽ അസ്റുൽ ബാലി എന്ന് പറഞ്ഞാൽ അതിമികച്ച ഒരു എന്താ പറയാ ഉയർന്നു നിൽക്കുന്ന ഒരു സ്വാധീനം. ഫി തർക്കത്തിൽ ഭാഷയുടെ ഉയർച്ചയിൽ, ഇൻഹാദിൽ അദബ്, സാഹിത്യത്തിന്റെ നവോത്ഥാനത്തിൽ, ഇഷാഅത്തിൽ ഫുസ്ഹ അല അൽസിനത്തി ഖരീജിഹ, അവിടെ നിന്ന് പുറത്തിറങ്ങുന്ന ഗ്രാജുവേറ്റുകളുടെ ഭാഷയൊക്കെ ഫുസ്ഹ ആക്കാൻ, സ്റ്റാൻഡേർഡ് അറബിക് ആക്കി അതിനെ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിനെ പ്രചരിപ്പിക്കുന്നതിലൊക്കെ അവർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇപ്പൊ തഖ്രീജ് അക്ലാമിൻ ഫി തഅലീമി വത്തഅലീഫ്, അതേപോലെ തന്നെ അധ്യാപനത്തിലും പിന്നെ രചനയിലുമൊക്കെ പറ്റുന്ന അതിന്റെ വലിയ ആളുകളെ ഇഖ്റാജ് ചെയ്യാൻ ഗ്രാജുവേറ്റ് ചെയ്യുക. അക്ലാം എന്ന് പറഞ്ഞാൽ പേനകളെന്നുള്ള ഉദ്ദേശിക്കുന്നത് പിന്നെ എഴുത്തുകാരെ എന്നർത്ഥം. വൽ കിതാബ വൽ ഷെയർ വൽ ഖിതാബ, അവിടെ ഒരുപക്ഷെ അക്ലാം എന്നുള്ളതിനേക്കാളും നല്ലത് അവിടെ അയലാം എന്നായിരിക്കും. അയലാം എന്ന് പറയുമ്പോൾ പ്രൊമിനന്റ് പേഴ്സണാലിറ്റീസ്, നല്ല പ്രമുഖ വ്യക്തിത്വങ്ങളെ അധ്യാപന മേഖലയിലും രചനയിലും പിന്നെ അതുപോലെ തന്നെ സാഹിത്യ രചനകളിലും കവിതയിലും പ്രസംഗത്തിലൊക്കെ മികച്ച ആളുകളെ പുറത്ത് കൊണ്ടുവരാൻ ആ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ട്. ഇനി വലം തകുൻ മിസ്ര വലുബ്നാൻ ഫഹസ്ബ മിന അദ്ദുവൽ അല്ലതി അഖാമത് അൽ മുഅസ്സസാത്ത് തഅലീമിയ അല തിറാസ് അൽ ഉറുബി, യൂറോപ്യൻ സ്റ്റൈലിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ച രാജ്യങ്ങൾ ഈജിപ്തും ലബനാനും മാത്രമല്ല. വലം തകുൻ മിസ്ര വലുബ്നാൻ ഫഹസ്ബ എന്ന് പറയുമ്പോൾ മാത്രമല്ല, ബൽ കാനത് ഹുനാക മുഹാവലാത്തുൻ, മറിച്ച് അവിടെ ധാരാളം മറ്റു പല പരിശ്രമങ്ങൾ ഉണ്ടായിരുന്നു. ഇൻഷാഇ തിൽകൽ മദാരിസ്, അത്തരം സ്ഥാപനങ്ങൾ സ്കൂളുകൾ സ്ഥാപിക്കാൻ. ഫി തൂനിസ്, ടുണീഷ്യയില്, ലിബിയയില്, വൽ ജസാഇർ വൽ മഗ്രിബ്, അൾജീരിയയിലും അതേപോലെ തന്നെ മൊറോക്കോയിലും. മഗ്രിബ് എന്ന് പറഞ്ഞാൽ മൊറോക്കോ, ഇതൊക്കെ ആഫ്രിക്കൻ കൺട്രീസ് ആണ്, ആഫ്രിക്കൻ അറബ് കൺട്രീസ് ആണ്. വലാകിന്ന തഅസീറഹ സഖാഫി, പക്ഷെ അവയുടെയൊക്കെ സാംസ്കാരികമായ സ്വാധീനങ്ങൾ മഹ്ദൂദൻ, വളരെ ലിമിറ്റഡ് ആയിരുന്നു. ഈജിപ്തിലും ഷാം കൺട്രീസിലൊക്കെ ഉണ്ടായിട്ടുള്ള സ്വാധീനം അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് മറ്റുള്ളവയുടെയൊക്കെ സ്വാധീനം വളരെ കുറവായിരുന്നു. പിന്നെ അവസാനം സ്കൂളുകളും യൂണിവേഴ്സിറ്റികളൊക്കെ വ്യാപകമായി അറബ് രാജ്യങ്ങളില്. മിമ്മ സഅദ അല തക്വീൻ, അവ എന്തിനു സഹായിച്ചിട്ടുണ്ട്? മിമ്മ സഅദ അല തക്വീനി ശഖ്സിയൽ ഫിക്ർ അൽ അറബി, അറബി ചിന്തയുടെ ഒരു രൂപപ്പെടുത്താൻ അവ സഹായിച്ചിട്ടുണ്ട്. വസിയാദത്തുൽ ഇൻതാജിൽ അദബി, അതേപോലെ തന്നെ എന്താണ് അറബി പ്രൊഡക്ഷൻ, ഒരു സാഹിത്യ പ്രൊഡക്ഷന്റെ അത് വർദ്ധിപ്പിക്കുന്നതിലും അത് സഹായിച്ചിട്ടുണ്ട്. നവറൻ ലികസ്റത്തുൽ മുതഅല്ലിമീൻ, എന്തിനാണ്? വിദ്യാർത്ഥികൾ ധാരാളം ഉണ്ട്, അല്ലെങ്കിൽ അത് പരിഗണിച്ചുകൊണ്ട്, നല്ലറ എന്ന് പറഞ്ഞാൽ അത് പരിഗണിച്ചുകൊണ്ട്, പിന്നെ ഒരു വിദ്യാസമ്പന്നമായിട്ടുള്ള ഒരു തലമുറ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ, യാരിഫ് വാജിബഹു, അവരുടെ ഡ്യൂട്ടി എന്താണെന്ന് തിരിച്ചറിയുന്ന, ഹുഖൂഖഹു, അവരുടെ അവകാശങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുന്ന, വയഅ്തസു ബിനഫ്സിഹി വവതനിഹി,
സ്വന്തം അസ്തിത്വത്തിലും രാജ്യത്തിന്റെ പേരിലും ഒക്കെ അഭിമാനം കൊള്ളുകയും ചെയ്യുന്ന ഒരു പുതിയ തലമുറ ഉണ്ട്. അതുകൊണ്ട് തന്നെ. ഓക്കെ, ഇനി രണ്ടാമത്താണ് ജാമിയത്തുൽ അസ്ഹർ. രണ്ടാമത്തെ, അതായത് സാഹിത്യത്തിന്റെ എന്താ പറയാ, സാഹിത്യ നവോത്ഥാനത്തിന്റെ ഘടകങ്ങളിൽ ഒന്ന് മദാരിസ്, രണ്ടാമത്തേത് ജാമിയത്തുൽ അസ്ഹർ. ജാമിയത്തുൽ അസ്ഹർ എന്ന് പറഞ്ഞാൽ അസ്ഹർ യൂണിവേഴ്സിറ്റി. അൽ അസ്ഹർ അവ്വൽ ജാമിയ ഫിൽ ഖാഹിറ. ഖാഹിറയിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയാണ് അൽ അസ്ഹർ. അഖ്ദമു മദ്രസത്തിൻ ഫി മിസ്ര. ഈജിപ്തിലെ ഏറ്റവും പഴയ ഒരു സ്കൂളാണ്. പഴയ സ്കൂൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മദ്രസ ദാറുൽ ഉലൂം എന്നൊക്കെ പറയുന്നത്. അതുപോലെ ഒമിൻ ആറഫിൽ ജാമിയത്തുൽ കുബ്ര ഫിൽ ആലം. ലോകത്ത് തന്നെ ഏറ്റവും പുരാതനമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും എന്താ പറയുക, ഹെറിറ്റേജ് എന്നൊക്കെ പറയില്ലേ, ഹെറിറ്റേജ് സെന്റർ, അതേപോലെ അങ്ങനെയൊക്കെ പരിഗണന നൽകുന്ന ഒരു സ്ഥാപനമാണ് എന്ത്, അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി. ബനാഹു ജൗഹർ അസ്സഖലി. അത് സ്ഥാപിച്ച വ്യക്തിയുടെ പേരാണ് ജൗഹർ അസ്സഖലി. ഒരു ഫാത്തിമി ഭരണാധികാരിയായിരുന്നു. ഒരു പള്ളിയാണത്, ശരിക്കും ഒരു പള്ളിയുടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായിട്ടാണ് തുടങ്ങുന്നത്. അത് AD 970 ഫാത്തിമികൾ ഭരിക്കുന്ന സമയത്താണ്. ലം യകുൻ അൽ അസ്ഹർ ഇൻദന ശദി മഅഹദ ലിദ്ദർസ്. അത് ആദ്യഘട്ടത്തിൽ അതൊരു പഠന സ്ഥാപനമായിരുന്നില്ല, വിദ്യാഭ്യാസത്തിന്റെ സ്ഥാപനം. ഔ ജാമിയ യതഖറജു ഫീ തുല്ലാബിൽ ഇൽമ്, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ പഠിച്ചു പുറത്തിറങ്ങുന്ന ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നില്ല. ബൽകാന മസ്ജിദൻ റസ്മിയൻ ലിദ്ദൗല ഫാത്തിമിയ്യ. ഫാത്തിമി രാഷ്ട്രത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പള്ളിയായിരുന്നു. മർകസ് ലിദഅവതി ദീനിയ. ഫാത്തിമി ചിന്താഗതി, ഫാത്തിമികൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഫാത്തിമികളുടെ പ്രത്യേകത അവർ ഷിയ വിശ്വാസം പുലർത്തുന്ന ആളുകളാണ്. അപ്പൊ അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കിയ ഒരു പള്ളിയായിരുന്നു. സുമ്മ ഖസദഹു അസാത്തീനുൽ ഫിഖ്ഹ്. പിന്നെ അവിടേക്ക് ഫിഖഹിലെ പണ്ഡിതന്മാർ, അസാത്തീനുൽ ഫിഖ് എന്ന് പറഞ്ഞാൽ ഫിഖഹിലെ പ്രമുഖ പണ്ഡിതന്മാർ അവിടേക്ക് അവരെ പഠിക്കാനും മറ്റൊക്കെ ഉദ്ദേശിച്ചു വന്നു. നവാബിഉൽ ഇൽം എന്ന് പറഞ്ഞാൽ വിജ്ഞാനത്തിലെ നൈപുണ്യം നേടിയിട്ടുള്ള ആളുകൾ. മിൻ നവാഹിൽ ബിലാദ്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്. വബദഅ ഫീഹി ഫി അഹദൽ അയ്യൂബിയീൻ. പിന്നെ ഈജിപ്തിൽ അയ്യൂബികൾ ഭരണം നടത്തിയപ്പോൾ, സലാഹുദ്ദീൻ അയ്യൂബിയൊക്കെ, അവരൊക്കെയാണ് അയ്യൂബികൾ എന്ന് പറയുന്നത്. അവരുടെ കാലഘട്ടത്തിൽ അവിടെ എന്ത് തുടങ്ങി, തദ്രീസുൽ ഫിഖ് അലൽ മദാഹിബിൽ അർബ. എല്ലാ 4 മദ്ഹബുകളിലും അവിടെ പഠനം നടത്തി. മുസ്ലിമീങ്ങളുടെ അടുക്കൽ ഗവേഷണത്തിന്റെ വിജ്ഞാനത്തിന്റെ ഒക്കെ പ്രകാശം കെട്ടുപോയപ്പോൾ, ബഗ്ദാദ് എന്ന് പറഞ്ഞാൽ ബഗ്ദാദിന്റെ പതനത്തിന് ശേഷം, അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി ഭാഷയുടെ സംരക്ഷണം നിർവഹിച്ചു. ഭാഷാ സംരക്ഷണം അത് നിർവഹിച്ചു. മതത്തിന്റെയും വിജ്ഞാനത്തിന്റെയും ഒക്കെ കിരണങ്ങൾ ലോകത്ത് മുഴുവൻ പ്രചരിപ്പിക്കുന്നതിൽ പങ്ക് നിർവഹിച്ചത് ആരാണ്? അൽ അസ്ഹറാണ്. ഇസ്ലാമി. വഖാമ മുഹമ്മദ് അലി ബിതഹ്ദീസി തുറുഖ് തഅലീം. അവിടെയുള്ള വിദ്യാഭ്യാസത്തിന്റെ ടീച്ചിങ് മെത്തേഡുകളിൽ പുതിയ നവീകരണം കൊണ്ടുവന്നതാണ് മുഹമ്മദ് അലി പാഷ. അതാഫിയ, അതായത് ഈജിപ്തിന്റെ ഒരു പരിഷ്കരണം കൊണ്ടുവന്ന ഒരു ഭരണാധികാരിയാണ് മുഹമ്മദ് അലി പാഷ. അതാഫിയ ബഅൽ ഇസ്ലാഹാത്ത്, അവിടെ കുറെ പരിഷ്കരണങ്ങൾ, റിഫോർമേഷൻസ് കൊണ്ടുവന്നു. ഫഅദഖല ഫിഹി ബഅൽ ഉലൂമുൽ ഹദീസ, അങ്ങനെ അതിൽ ആധുനിക വിദ്യാഭ്യാസങ്ങൾ ഈ ജാമിയത്തുൽ അസ്ഹറിൽ കൊണ്ടുവന്നു. ഉലൂമുൽ ഹദീസ് എന്ന് പറഞ്ഞാൽ മോഡേൺ സയൻസ്. സുമ്മ ഖസമ അൽ അസ്ഹർ ഇലാ മആഹിദ. പിന്നെ അൽ അസ്ഹറിനെ വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ട്, മആഹിദ് എന്ന് പറഞ്ഞാൽ നമ്മള് ഓരോ ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ പറയുന്നത് പോലെ ആദ്യഘട്ടത്തിൽ ഓരോ സ്കൂളുകളായിട്ട് തിരിക്കും. അപ്പൊ ജഅല തഅലീം അൽ ആലി ഫിഹി ഫുറൂഅൻ. അവിടുത്തെ ഉന്നത വിദ്യാഭ്യാസം തന്നെ വീണ്ടും കുറെ ശാഖകളായി തിരിച്ചു. ശാഖകൾ എന്ന് പറഞ്ഞാൽ കുറെ കിസ്മകളാക്കിയിട്ട് വീണ്ടും തിരിച്ചു. ഇപ്പൊ കുല്ലിയത്തുൽ ശരീഅ, ഇസ്ലാമിക നിയമവ്യവസ്ഥകളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുല്ലിയ എന്ന് പറഞ്ഞാൽ കോളേജ് എന്ന് പറയുള്ളൂ, ആ ഒരു സെഷൻ, ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട്. ഒക്കുല്ലിയാലി ലോവൽ അറബി ഭാഷയ്ക്ക് സ്പെഷ്യലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. ഒക്കുല്ലിയാലി ഉസൂലുദ്ദീൻ, അതേപോലെ തന്നെ ഖുർആൻ ഹദീസ്, അങ്ങനെ ഉസൂലുദ്ദീൻ, ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പറയും. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അവിടേക്ക് പഠിക്കാൻ വേണ്ടി വന്നു. മിൻ ജമീഇ ബുൽദാനിൽ ആലം, ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന്. വകുല്ലുഹും യതഅല്ലമൂന ബിൽ അറബിയ്യ, അവരെല്ലാം അവിടെ അറബി ഭാഷയിൽ പഠിക്കുന്നു. വയതഗസ്സൗന ബിസ്സഖാഫിൽ ഇസ്ലാമിയ്യ, ഇസ്ലാമിക സംസ്കാരത്തെ അവർ സ്വീകരിക്കുന്നു. شارك الأزهر في النهضة الأدبية التي ظهرت معالمها في القرن التاسع عشر. അൽ അസ്ഹർ സാഹിത്യത്തിന്റെ നവോത്ഥാനത്തിൽ പങ്കുചേർന്നു. ഏത് സാഹിത്യത്തിലെ? അല്ലത്തി ലഹറത് മആലിമുഹ ഫിൽ ഖർനി താസി അശ്ർ. 19ാം നൂറ്റാണ്ടിലാണ് ആ ഒരു നവോത്ഥാനത്തിന്റെ അടയാളങ്ങളൊക്കെ പ്രകടമായി തുടങ്ങിയത്. മആലിം എന്ന് പറഞ്ഞാൽ അതിന്റെ മലാമിഹ്, അല്ലെങ്കിൽ അതിന്റെ പ്രകടഭാവങ്ങൾ, അതിന്റെ അടയാളങ്ങൾ. وكان علماء الأزهر هم المعين الذين نحل منه كل من جاء بعده من الأدباء والمثقفين. وكان علماء الأزهر, അസ്ഹറിലെ പണ്ഡിതന്മാരായിരുന്നു ഹും അൽ മഈൻ. മഈൻ എന്ന് പറഞ്ഞാൽ ഒരു അരുവി എന്നൊക്കെ പറയും.
അല്ലദീന ഹല മിൻഹു കുല്ലു മൻ ജാഅ ബഅദു, അവർക്ക് ശേഷം വന്നിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും പണ്ഡിതന്മാരും ഒക്കെ പാനം കുടിവെള്ളം അല്ലെങ്കിൽ എന്താ പറയാ വെള്ളം സ്വീകരിച്ച, നഹല എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കുക എന്നാണ് നഹലയുടെ അർത്ഥം. അപ്പോ അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കുക, അരുവിയുടെ ഇൽമാണ്, ആ ഇൽമ നുകരുക എന്നാണ്. അവിടെ ഒരു ഇസ്തിയാറായിട്ടുള്ള ഒരു പ്രയോഗമാണ്. അവരാണ് ആധുനിക ഗ്രന്ഥങ്ങളെയൊക്കെ പുനരുജ്ജീവിപ്പിച്ചത്. വനഷറുഹ മുഹഖഖതൻ, അതിനെയൊക്കെ നന്നായിട്ട് എഡിറ്റ് ചെയ്ത് അല്ലെങ്കിൽ തഹ്ഖീഖ് ചെയ്ത് പ്രചരിപ്പിച്ചു അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്തു. മഷ്റൂഹത്തൻ, വ്യാഖ്യാനത്തോടു കൂടി. ഫി മത്ബഅ ബൂലാഖ്, മത്ബഅ ബൂലാഖ് എന്ന് പറഞ്ഞാൽ ഒരു പ്രസിദ്ധമായ ഒരു പ്രിന്റിംഗ് പ്രസ്സാണ്. ആദ്യഘട്ടത്തിൽ സ്ഥാപിക്കപ്പെട്ട ഒരു പ്രസ്സാണ് അത് മത്ബഅ ബൂലാഖ്. അതിനെ കുറിച്ച് പറയും, പ്രിന്റിംഗ് പ്രസ്സിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ പറയുന്നത്. വകാനഹും നുജൂമു സഹാഫ, ഈ പണ്ഡിതന്മാരായിരുന്നു പത്രപ്രവർത്തനത്തിലെ താരങ്ങൾ. നുജൂം എന്ന് പറഞ്ഞ സ്റ്റാർസ്. മിസ്ല അൽ വഖാഇഉൽ മിസ്രിയ, ഏത് പത്രങ്ങള്? ആദ്യത്തെ പത്രങ്ങളാണ് അൽ വഖാഇഉൽ മിസ്രിയ തുടങ്ങിയിട്ടുള്ള പത്രങ്ങൾ. വകാനുഹും റുവാദു നഹ്ലൽ ഹദീസ, ആധുനിക നവോത്ഥാനത്തിന്റെ പയനിയേഴ്സ്. റുവാദ് എന്ന് പറഞ്ഞ പയനിയർ, ലീഡേഴ്സ്. അൽ ജാമിയ അൽ മിസ്രിയ, ജാമിയ മിസ്രിയ ഈജിപ്ഷ്യൻ യൂണിവേഴ്സിറ്റി എന്ന് പറയും. പക്ഷെ പിന്നീട് അത് കൈറോ യൂണിവേഴ്സിറ്റി എന്നുള്ള പേരിൽ ഇന്ന് കൈറോ യൂണിവേഴ്സിറ്റിയാണ്. അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി, കൈറോ യൂണിവേഴ്സിറ്റി, ഈ രണ്ട് യൂണിവേഴ്സിറ്റികൾ ഈജിപ്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് യൂണിവേഴ്സിറ്റികൾ. ونشأت هذه الجامعة سنة 1908 ميلادية للتعليم الأبناء العلوم الأسرية. ഈജിപ്തിലെ വിദ്യാർത്ഥികൾക്ക് പിന്നെ ആധുനിക വിദ്യാഭ്യാസം നൽകാൻ വേണ്ടിയിട്ട്, അതായത് മോഡേൺ സയൻസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് രൂപീകരിച്ച സ്ഥാപനമാണ് ഇത് ജാമിയ മിസ്രിയ. അത് ജാമിയ അൽ അസ്ഹർ ഒക്കെ വികസിപ്പിച്ചതിന് ശേഷം പിന്നീട് ഏറ്റവും ആധുനികമായിട്ട് വന്ന വല്ലാദബ് അൽ അറബിയ സഖാഫി അൽ അറബിയ, അറബ് സംസ്കാരം, പിന്നെ അതേപോലെ തന്നെ അറബ് ലിറ്ററേച്ചർ അസീല, വളരെ ഒതന്റിക് ആയിട്ടുള്ള രൂപത്തിൽ. ബിഗൈരി തദഖുലി മിനൽ ഉറുബിയ്യന, യൂറോപ്യൻ ഇന്റർവെൻഷൻ, എന്താ പറയാ, യൂറോപ്പിന്റെ സ്വാധീനമില്ലാതെ അല്ലെങ്കിൽ അവരുടെ കൈകടത്തലുകളില്ലാതെ ഇതുവരെ യൂറോപ്പുകളിൽ രൂപീകരിക്കുന്ന പഠന രൂപങ്ങൾ അല്ലെങ്കിൽ അവരുടെ നിരൂപണങ്ങൾ അതൊക്കെ പഠിപ്പിക്കാൻ അതിൽ മാറി സ്വന്തമായിട്ട് രൂപപ്പെടുത്തി. അതാണ് അസീല എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്, പ്യുവർ ആയിട്ടുള്ള. അസ്ഹറിലെയും ഈജിപ്തിലെ എന്താ പറയാ സാഹിത്യകാരന്മാരുടെ ഒരു സഫ്വ എന്ന് പറഞ്ഞാല് അതിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു ടീം, അവരാണ് അവിടെ ലെക്ചേഴ്സ് നൽകിയത്. മുഹാലറാത്ത് എന്ന് പറഞ്ഞാൽ ലെക്ചേഴ്സ്, ക്ലാസ്സുകൾ നിർവഹിച്ചിരുന്നത് ഈ പണ്ഡിതന്മാരാണ്. ഫിൽ ആദാബി വൽ ഫൽസഫ, സാഹിത്യത്തിലും ഫിലോസഫിയിലും ഒക്കെ. ഫസ്തഖ്ദമ ഇലൈഹ ത്വായിഫത്തു മിനൽ ഉലമ, അതുകൊണ്ട് തന്നെ പിന്നീട് അവിടേക്ക് ഒരു കൂട്ടം പണ്ഡിതന്മാര് അവിടേക്ക് വന്നു. ഇലൈഹ ത്വായിഫത്തു മിനൽ ഉലമ അൽ ഉറുബിയ്യീന, യൂറോപ്യൻ പണ്ഡിതന്മാർ. അൽ മുസ്തശ്രിഖീന, മുസ്തശ്രിഖീൻ എന്ന് പറഞ്ഞാൽ ഓറിയന്റലിസ്റ്റുകൾ എന്നാണ് പറയാം. ഓറിയന്റലിസ്റ്റ് ടീമുകൾ അവിടേക്ക് വന്നു. പിന്നെ മിസ്ല് ഗുവൈദി എന്ന് പറയും, ജുവൈദി നായിദ, പിന്നെ നെലിനോ, ലിച്ച്മാൻ തുടങ്ങിയിട്ടുള്ള ഓറിയന്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ പൗരസ്ത്യ ദേശത്തെ കുറിച്ച് പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് ശരിക്കും ഓറിയന്റലിസം എന്ന് പറയുന്നത്. അതില് അതായത് കിഴക്ക് പ്രദേശങ്ങളെ കുറിച്ച് പഠിക്കുന്ന യൂറോപ്യൻ പണ്ഡിതന്മാരെ അവർ രൂപപ്പെടുത്തിയെടുത്തുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ഇന്ത്യയെ കുറിച്ചും അതേപോലെ പൗരസ്ത്യ ദേശങ്ങളെ കുറിച്ചൊക്കെ. അങ്ങനെ അവർ ഈ പണ്ഡിതന്മാരവിടെ അറബ് ലിറ്ററേച്ചറിനെ കുറിച്ച് ക്ലാസ്സുകൾ നടത്തി. ഇപ്പൊ താരിഖഹു, അതേപോലെ തന്നെ അറബികളുടെ ചരിത്രത്തെ കുറിച്ച്. ഫിസ്ലുബിൻ ഹദീസ് എന്ന് പറഞ്ഞ മോഡേൺ ആയിട്ടുള്ള സ്റ്റൈൽ, ആധുനികമായിട്ടുള്ള ഗവേഷണ രൂപങ്ങളിൽ. സുമിയത് ബി ജാമിയ അൽ കാഹിറ, പിന്നെ ഈ യൂണിവേഴ്സിറ്റി കൈറോ യൂണിവേഴ്സിറ്റി എന്നുള്ള പേരിൽ അറിയപ്പെട്ടു. വിദ്യാഭ്യാസത്തില് റഗ്ബത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റ്, അത് വർദ്ധിച്ചപ്പോൾ, വസ്ദാദ് ആദത്തുല്ല, വിദ്യാർത്ഥികളുടെ എണ്ണം കൂടിയപ്പോൾ, അൽ ജാമിയാത്ത് ഫിൽ ഇസ്കന്ദ്രിയ, പിന്നീട് അലക്സാണ്ട്രിയയിൽ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടായി. വൽ കാഹിറ, കാഹിറയില്, പിന്നെ ഉസ്യൂത്ത്, ഇവിടെയുള്ള നഗരങ്ങളിലൊക്കെ വേറെയും യൂണിവേഴ്സിറ്റികൾ രൂപപ്പെട്ടു. വഹദിൽ ജാമിയാത്തുൽ അർബ, ഈ 4 യൂണിവേഴ്സിറ്റികൾ ഒക്കെ ജാമിയത്തുൽ അസ്ഹർ വ ജാമിയത്ത് ദിമഷ്ക്, അതേപോലെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി, പിന്നെ ഡമസ്കസ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ സിറിയയിലാണ്. പിന്നെ നഷറത്ത് അൽവാ അൽ ഇൽമി വസ്സഖാഫ, വിജ്ഞാനത്തിന്റെ സംസ്കാരത്തിന്റെയും ഒക്കെ പ്രകാശം പരത്തി. വസലത്തുൽ മാളി ബിൽ ഹാദർ, ഭൂതകാലത്തെ ആധുനിക കാലവുമായിട്ട് കൂട്ടിച്ചേർത്തു. അതാണ് ഭൂതകാലം എന്ന് പറഞ്ഞാൽ വളരെ പ്രതാപമുള്ള ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു നമുക്ക്.
അബ്ബാസികളുടെയും ഉമവികളുടെയൊക്കെ കാലഘട്ടത്തിൽ അത് ആധുനികവുമായിട്ട് ചേർത്ത് വെച്ചു. റബത്ത കബൽ ഗർബ്, കിഴക്കിനെ പടിഞ്ഞാറുമായിട്ട് പോകുക. അപ്പോൾ പൗരസ്ത്യ ദേശത്തിന്റെ സംസ്കാരവും പടിഞ്ഞാറ് സംസ്കാരവും എന്ത് ചെയ്ത് കൂട്ടിച്ചേർത്ത് പഠിച്ചു. ഹക്കീമ. അങ്ങനെ അറബി നാഗരികതയെ, സംസ്കാരത്തെ ഒരു വളരെ സുദൃഢമായിട്ടുള്ള ഒരു ദിശയിലേക്ക് അവര് മുന്നോട്ട് നയിച്ചു. പിന്നെ ഹർക്കത്തു തർജുമ. حركة الترجمة صاحبت الحركة التعليمية لأن الترجمة جزء لا ينفصل عن التعليم. ട്രാൻസ്ലേഷൻ മൂവ്മെന്റ്, ഹർക്കത്ത് തർജുമ സാഹബത്തുൽ ഹർക്കൽ താലിമിയ, അത് വിദ്യാഭ്യാസ എഡ്യൂക്കേഷൻ മൂവ്മെന്റിന്റെ കൂടെ സഞ്ചരിച്ച ഒരു മൂവ്മെന്റ് ആണ് ഹർക്കത്ത് തർജുമ. ലഅന്ന തർജുമ ജുസുൽ ലാ യൻഫസിലു അൻ താലിം, കാരണം വിദ്യാഭ്യാസത്തിന്റെ കൂടെ അതിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് മാറി നിൽക്കാൻ പറ്റാത്ത ഒരു ഭാഗമാണ് ട്രാൻസ്ലേഷൻ. വകാന ലിബഅദി മുതഅല്ലിമി الشام السبق في معرفة اللغات العربية. യൂറോപ്യൻ ഭാഷകളെ പഠിക്കുന്നതിൽ ഒരു അതിന് സബക് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ആദ്യം ചെയ്ത ഒരു തഖദ്ദും, അതിലേക്ക് ആദ്യം കടന്നു വന്നത് ആരാണ്? ഷാമിലെ വിദ്യാർത്ഥികളാണ്, അല്ലെങ്കിൽ ഷാമിലെ പണ്ഡിതന്മാരാണ്. ഹാസത്ത് മുൻദുൽ കർണസാനി അഷ്റൽ ഹിജ്റ, ഹിജ്റ 12ാം നൂറ്റാണ്ടിൽ തന്നെ. കമകാന ലിൽ ബഅസാത്തുല്ലതി അർസല മുഹമ്മദ് അലി തഅസീർ ഫി ഇസ്തിഹാൽ തർജുമ. അതേപോലെ തന്നെ മുഹമ്മദ് അലി പാഷ പിന്നീട് യൂറോപ്പിലേക്ക് തഹ ഹുസൈനെ പോലെയുള്ള, അതേപോലെ റിഫാഅത്ത് തഹ്താവിയെ പോലെയുള്ള പണ്ഡിതന്മാരെയൊക്കെ പറഞ്ഞയച്ചിരുന്നു. ആ ഒരു പിന്നെ ദൗത്യ സംഘങ്ങൾക്ക് വലിയ സ്വാധീനം ഉണ്ടായിരുന്നു തഅസീർ ഫി ഇസ്തിഹാൽ തർജുമ, ട്രാൻസ്ലേഷന്റെ അഭിവൃദ്ധിയിൽ. ബിഫളിൽ ബഅസാത്തുല്ലതി ആദു ലിൽ വതൻ. പിന്നെ ഈ ദൗത്യ സംഘങ്ങള് അവരുടെ സംഭാവനകൾ ഫലമായിട്ട്, ബിഫളൽ എന്ന് പറഞ്ഞാൽ അവരുടെ ക്രെഡിറ്റോട് കൂടി, അല്ലെങ്കിൽ അവരുടെ മഹത്വം കൊണ്ട്, എങ്ങനെ അല്ലത്തി ആദു ഇലൽ വതനി, അവര് സ്വനാടുകളിലേക്ക് തിരിച്ചു വന്നത് ബഅദ ഇത്ലാഇഹിം ഫിൽ ലുഗാത്തിൽ അറബിയ്യ, യൂറോപ്യൻ ഭാഷകളിലെ നിരീക്ഷണങ്ങളും പഠനങ്ങളും നടത്തിയതിനു ശേഷമാണ്. വലാകിന്നഹു ലം യക്തഫി ബിദാലിക, പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യങ്ങൾ മതിയായിരുന്നില്ല. ബൽ ഉൻഷിഅ മദ്റസത്തുൽ അൽസുൻ ലി തഖ്രീജിൽ മുതർജിമീൻ. മുഹമ്മദ് അലി പാഷ എന്താണ് മദ്രസ അൽസുൻ, സ്കൂൾ ഓഫ് ലാംഗ്വേജസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം രൂപപ്പെടുത്തി. ലി തഖ്രീജിൽ മുതർജിമീൻ അല്ലദീന ഇഹ്താജുഹും മിൻ നിളാമു തഅലീമി, വിദ്യാഭ്യാസ വ്യവസ്ഥിതി ആവശ്യപ്പെടുന്ന ട്രാൻസ്ലേറ്റേഴ്സിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അതായത് വിദ്യാഭ്യാസത്തിനെ പഠിക്കാൻ വേണ്ടിയിട്ട് അറബി ടെക്സ്റ്റ് ബുക്കുകൾ വേണം, അതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ അതിന് പറ്റുന്ന ആളുകൾ, യോഗ്യരായിട്ടുള്ള ക്വാളിഫൈഡ് ആളുകൾ വേണം. ശാസ്ത്രത്തിന്റെയും വിജ്ഞാനത്തിന്റെയും വിവിധ സബ്ജക്റ്റുകളിലുള്ള വിവിധങ്ങളായിട്ടുള്ള ഗ്രന്ഥങ്ങളെ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുതിയ ആളുകളെ കൊണ്ടുവരാൻ. അതിനാണ് മദ്രസത്തുൽ അൽസുൻ രൂപപ്പെട്ടത്. കൊഫി മദ്രസ തിബ്, മദ്രസ തിബ് എന്ന് പറഞ്ഞ നേരത്തെ അവിടെ കാനൽ അസാദിദ യുൽഖൂന ദുറൂസൻ ബിൽ ലുഗൽ ഫ്രൻസിയ, അവിടെ പഠിപ്പിക്കപ്പെട്ടിരുന്നത് ഫ്രഞ്ച് ഭാഷയിൽ, അവിടുത്തെ മീഡിയം ഫ്രഞ്ച് ഭാഷയായിരുന്നു. സുമ്മത്ത് വദീഫിൽ വഖ്തി നഫ്സി, അതേ സമയത്ത് തന്നെ വിദ്യാർത്ഥികൾക്ക് നൽകപ്പെട്ടു എന്ത്? ലത്തുല്ലാബ് ബിൽ ലുഗൽ അറബിയ, അറബി ഭാഷയിലും അവിടെ ക്ലാസുകൾ നൽകപ്പെട്ടു. വകാന ദാലിക യൽതറു അൽ മുതർജിമീന മിനൽ മുഗാറബ വൽ ലബ്നാനിയ വൽ അത്രാക് ഇലൽ ബഹ്സി അൻ അൽ മുസ്തലഹാത്ത് ഫിൽ മുഅ്ജമാത്ത് അൽ ലഗ്വിയ്യ വൽ കുതുബ് അൽ ഫന്നിയ്യ അൽ ഖദീമ. അതുകൊണ്ട് തന്നെ വകാന ദാലിക യൽതറു മുതർജിമീൻ, അത് ട്രാൻസ്ലേറ്റേഴ്സിനെ നിർബന്ധിച്ചു. മിനൽ മുഗാറബ, പിന്നെ വൽ ലബ്നാനീന, മഗ്രിബിലുള്ള, അതേപോലെ തന്നെ ലബ്നാനിലുള്ള, അൽ അത്രാഖ് തുർക്കികളായിട്ടുള്ള ട്രാൻസ്ലേറ്റ്, ഇവരൊക്കെ എന്തിന് നിർബന്ധിച്ചു? ഇലൽ ബഹ്സി അൻ അൽ മുസ്തലഹാത്ത്, സാങ്കേതിക പദങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് സയൻസ് നമ്മുടെ പുതിയൊരു ഭാഷയിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിലുള്ള സാങ്കേതിക ടെക്നിക്കൽ ടേംസുകളെ ട്രാൻസ്ലേറ്റ് ചെയ്യണം. അത് ഒരു വലിയ ആവശ്യമായി വന്നു. ഫിൽ മുഅ്ജമാത്തിൽ ലഗ്വിയ്യ, ഭാഷാ നിഘണ്ടുകളിൽ, വൽ കുതുബിൽ ഫന്നിയ്യ അൽ ഖദീമ, പഴയ പിന്നെ കലകളെ കുറിച്ച് പറയുന്ന ഗ്രന്ഥങ്ങളിലേക്കുള്ള അതിലേക്കൊക്കെ കടന്നു ചെല്ലാൻ അവരെ നിർബന്ധിച്ചു. അപ്പൊ സാദഹാദൻ നിലാം, ഈ ഒരു വ്യവസ്ഥിതി സഹായിച്ചു ഫി നഖ്ലി സഖാഫത്തിൽ ഗർബി വ ഉലൂമി അൽ അറബിയ, പടിഞ്ഞാറൻ സംസ്കാരത്തെ അറബി വിജ്ഞാനങ്ങളിലേക്ക് കൊണ്ടുവരാൻ അത് സഹായമായി. പിന്നെ അതേപോലെ തന്നെ ഫി തൻഷീതി ഹർക്കത്തി തർജുമ, ട്രാൻസ്ലേഷൻ മൂവ്മെന്റിനെ എളുപ്പം ഒരു സഹായിക്കുകയും ചെയ്തു. വഅസ്സറ ദാലിക ഫി തതവ്വുറിൽ അദബി, ഇത് സാഹിത്യത്തിന്റെ വികാസത്തിനെ സ്വാധീനിച്ചു. സവാഅൻ ഫി ശക്ലി, പ്രത്യേകിച്ചും അതിന്റെ രൂപത്തിലാവട്ടെ, അതേപോലെ തന്നെ അതിന്റെ ആശയത്തിലും, രൂപത്തിലും ആശയത്തിലും. ഹീന ലഹറത്തുൽ ഖിസ്സ വൽ മഖാല ബി അൻവാഇഹ, ശക്ൽ എന്ന് പറയുമ്പോൾ ആ സമയത്ത് അതിന്റെ ഫലമായിട്ട് രൂപപ്പെട്ട് വന്നതാണ്, പ്രത്യക്ഷപ്പെട്ട് വന്നതാണ് ഖിസ്സ, സ്റ്റോറി എന്ന് പറയുന്ന ഒരു ഇനം. വൽ മഖാല, അതേപോലെ തന്നെ എസ്സേ റൈറ്റിംഗ്, അതിന്റെ വിവിധ രൂപങ്ങൾ. പിന്നെ വൽ മസ്രഹിയ, ഡ്രാമ. പിന്നെ വൈഹ ഷൈരി വൻ നസ്രി, അതിന്റെ പോയറ്റിക്കും പ്രോസ് ഡ്രാമയും അതേപോലെ പോയറ്റിക് ഡ്രാമയും രണ്ടും. പിന്നെ വഷേറുൽ മൽഹമി, അതേപോലെ തന്നെ എന്താണ്
എപ്പിക് ആയിട്ടുള്ള പോയട്രികൾ, അൽഹമി ആയിട്ടുള്ള ഇതിഹാസങ്ങൾ പോലെയുള്ള കവിതകൾ, ഔഫിൽ മദ്മൂൻ അല്ലെങ്കിൽ ആശയത്തിലുള്ള ഡെവലപ്മെന്റ്, ഹൈസു തഅസ്സറ ഷെയ്റു ബിത്തിജാഹത്തിൻ ഫന്നിയ ഗർബിയ, പടിഞ്ഞാറൻ അല്ലെങ്കിൽ പാശ്ചാത്യ കലാ നയങ്ങൾ അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക ആശയങ്ങൾ, ഇപ്പോ റൊമാൻറ്റിസം അല്ലെങ്കിൽ നിയോ ക്ലാസിസം, റിയലിസം അങ്ങനെ തുടങ്ങിയിട്ടുള്ള എത്തിജാഹാത്ത് ട്രെൻഡ്സുകൾ, അവയുടെ സ്വാധീനവും ഉണ്ടായി. അപ്പൊ നദറിയാത്ത് നഖ്ദി, അതേപോലെ തന്നെ നിരൂപണത്തിലുള്ള അവരുടെ ചിന്താ രീതികൾ, തിയറീസ്, വാഖബത്ത് അൽ ഹറക്കൽ അദബിയ, വാഖബത്ത് അൽ ഹറക്കൽ അദബിയ, അവയെല്ലാം സാഹിത്യ ലിറ്റററി മൂവ്മെന്റിന്റെ കൂടെ സഞ്ചരിച്ചാണ് നിരൂപണത്തിലും അതേപോലെ തന്നെ ഈ മേഖലകളിലൊക്കെയുള്ള ഡെവലപ്മെന്റ്സുകൾ. അപ്പോ ഇന്ന് നമുക്ക് ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം.